എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സദൃശവാക്യങ്ങൾ 10-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ജ്ഞാനിയായ മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു, ഭോഷനായ മകൻ അമ്മയ്ക്ക് വ്യസനഹേതുവാകുന്നു. ദുഷ്ടതയാൽ സമ്പാദിച്ച സമ്പാദ്യങ്ങൾ നിലനിൽക്കുകയില്ല. യഹോവ നീതിമാനെ പട്ടിണി കിടത്തുകയില്ല എന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ജ്ഞാനിയായ ശലോമോനോട് പറഞ്ഞിരിക്കുകയാണ്. ബുദ്ധിയുള്ളവർ, വിവേകമുള്ളവർ, ലോകത്തെ കണ്ടവർ അവരുടെ നിരീക്ഷണത്തിൽ ധാരാളം ഉപദേശങ്ങൾ തരുമ്പോൾ, ജ്ഞാനികളുടെ ഉപദേശത്തെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ നമുക്ക് സന്തോഷവും സമാധാനവുമുള്ള നല്ല ജീവിതം ഉണ്ടാകുവാനായിട്ടിടയാകും. 10-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു എന്നാണ് 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. തീർച്ചയായിട്ടും മാതാപിതാക്കളോടുള്ള സ്നേഹത്തിലും അവരോടുള്ള കരുതലിലും ഒക്കെയുമാണ് നമ്മൾ ജീവിക്കേണ്ടത്. കാരണം ഒരു കുഞ്ഞിരിക്കുമ്പോൾ എത്രമാത്രം പ്രയാസത്തിൽ, കഷ്ടപ്പാടിലൊക്കെ ആയിരുന്നാലും അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും, പ്രയാസങ്ങളും, ഉറക്കമുളയ്ക്കലും ഇതൊക്കെ മറന്നുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് മാതാപിതാക്കൾ ഉദ്യമിക്കുന്നത്, അല്ലെ പരിശ്രമിക്കുന്നത്. അങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തി അവർക്ക് സാധ്യമാകുന്ന നിലയിൽ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ഒരു കാലം കഴിയുമ്പോൾ അവരെ മറക്കാനിടയാകരുത്, അവരെ വിസ്മരിക്കാനിടയാകരുത്. ജ്ഞാനിയായ മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു. അത് മകൻ്റെ വളർച്ചയിൽ അപ്പനോടൊപ്പം വളരുമ്പോൾ, അല്ലെ അപ്പനേക്കാൾ വളരുമ്പോൾ പലപ്പോഴും അവർക്കത് കൂടുതൽ സന്തോഷവും കൂടുതൽ ആനന്ദപ്രദവുമായി തീരാറുണ്ട്. നേരെ മറിച്ച് അവർ വളർത്തിക്കൊണ്ടുവരുന്ന മക്കൾ അവർ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കാതെ വരുമ്പോൾ, ലോകത്തിനും വീടിനും കുടുംബത്തിനും സമൂഹത്തിനും വളരാത്തവരായി തീരുമ്പോൾ ഒരേറെ ക്ലേശിക്കുകയും ദുഃഖിതരായെത്തുകയും ചെയ്യുന്നു. നേരെ മറിച്ച് ജ്ഞാനത്തോടെ തൻ്റെ കാര്യങ്ങളെ ക്രമപ്പെടുത്തുന്ന ഒരു മകനെ കാണുമ്പോൾ അപ്പന് വലിയ സന്തോഷമായിരിക്കും, അതൊരു അഭിമാനമായിരിക്കും മകനെക്കുറിച്ച് പറയുമ്പോൾ. അതുകൊണ്ട് ജ്ഞാനിയായ മകൻ കുടുംബത്തെ സന്തോഷിപ്പിക്കുവാൻ, പ്രത്യേകിച്ച് മാതാപിതാക്കളെ, പിതാവിനെ സന്തോഷിപ്പിക്കുവാൻ സാധിക്കണം. ഭോഷനായ മകൻ അമ്മയ്ക്ക് വ്യസനഹേതുവാകുന്നു. അത് നമ്മുടെ ലോകത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും വീടിനെ നോക്കാതെ, അല്ലെങ്കിൽ അവരുടെ സത്തയെ തിരിച്ചറിയാതെ മറ്റു കൂട്ടുകെട്ടിലൊക്കെയായി മാതാപിതാക്കളെയും സമൂഹത്തെയും മറന്ന് ജീവിക്കുന്ന മക്കൾ ധാരാളം പെരുകി വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഭോഷനായ മകനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അമ്മയ്ക്കത് വ്യസനഹേതുവാണ്. തീർച്ചയായിട്ടും ജ്ഞാനത്തോടെ, ബുദ്ധിയോടെ, വിവേകത്തോടെ തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും അത് മാതാപിതാക്കൾക്ക് സന്തോഷത്തിന് ഇടവരുത്തുവാനും സാധിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവരുടെ നന്മയും അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും ഒക്കെയും കൂടെയുണ്ട്.